ഹലോ, ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈൽ ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. ഇതിനാവശ്യമായ സാധനങ്ങൾ: സവാള 4 എണ്ണം, നന്നായി പഴുത്ത 2 തക്കാളി, 10-15 ചെറിയുള്ളി, 10-12 അല്ലി വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായ പച്ചമുളക്, മല്ലിയില, പുതിനയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ഉപ്പ്. അത്യാവശ്യം എരിവുള്ള സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാശ്മീരി മുളക് പൊടിയല്ല. തൈര്, നെയ്യ്, ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 3/4 കിലോ ചിക്കൻ എന്ന രീതിയിൽ 1 കിലോ അരിയിലേക്ക് ആവശ്യമായ സ്പൈസസ് ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അരി കഴുകി 20 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് ഇവ ചേർത്ത് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലും കൂടുതൽ വെക്കുന്നത് നല്ലതാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ വറുത്തെടുക്കാം. ഇവ രണ്ടും രണ്ടായി തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, കാരണം രണ്ടിനും 2 വേവാണ്. ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ സവാള ഫ്രൈ ചെയ്തെടുക്കാം. കട്ടി കുറഞ്ഞ് അരിഞ്ഞ സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സവാള മാറ്റി വെച്ചതിന് ശേഷം കുറച്ചെണ്ണ നമുക്ക് മാറ്റി വെക്കാം, ചോറിലേക്ക് ആവശ്യമായി എടുക്കാനാണ്. ഇതേ എണ്ണയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു 60% കുക്കായാൽ മതി. ശേഷം ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്ത്, പച്ചമണം മാറിയ സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് നന്നായി ഇളക്കി പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് ഇളക്കി കൊടുക്കാം. എൻ്റെ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ച് വീണ്ടും മൂടി തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില, ബിരിയാണി മസാല ഇവ ഈ സമയത്ത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഫ്രൈ ചെയ്ത കുറച്ച് സവാള ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 2 മിനിറ്റിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ സമയത്ത് നമുക്കിതിൽ ആവശ്യമായ ഉപ്പ്, മുളക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഉപ്പ് ചേർത്ത് ബാക്കി സ്പൈസസും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നെയ്യും നേരത്തെ ഉള്ളി വറുത്തതിൽ നിന്നുള്ള കുറച്ച് ഓയിലും ചേർത്ത് അരി വേവിക്കാനായി വെക്കാം. 10 മിനിറ്റോളം അരിക്ക് വേവുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. ഞാൻ ഒരു ലെയർ ചോറിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15 മിനിറ്റ് ദമ്മിട്ടതിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ബിരിയാണി റെഡിയായി.